പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 16-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗം, യാത്രകൾ, ശുശ്രൂഷകൾ എല്ലാം അനുഗ്രഹമായി ഈ ആഴ്ചവട്ടം ഏറ്റവും നന്മയും ദൈവകൃപയും നിറഞ്ഞ ഒരു ആഴ്ചയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് മലാഖി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വചനം. മലാഖി ചാപ്റ്റർ 1 വേഴ്സ് 9 നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനി. വേദപുസ്തകത്തെ രണ്ടായി തരംതിരിച്ചതിൽ പഴയ നിയമത്തിലെ അവസാന പുസ്തകം. ഇങ്ങനെ വിവിധ നിലകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥവും പ്രവാചകനുമാണ് മലാഖി. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ വളരെ ഗഹനമായ ഒരു ചോദ്യമാണ് പ്രവാചകൻ നമ്മോട് ചോദിക്കുന്നത്. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ? നമ്മുടെ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കുമോ? ഇന്ന് ലോക മനുഷ്യർ എല്ലാവരും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ, പ്രസാദിപ്പിക്കുവാൻ ഓട്ടമാണ്. അതുപോലെ തന്നെയാണ് ആത്മീയ ലോകവും. കുടുംബം, ജോലിസ്ഥാനങ്ങളിൽ, ബിസിനസ് മേഖലകളിൽ മറ്റൊരാളെ പ്രസാദിപ്പിക്കുക. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ചോദിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ ദൈവം പ്രസാദിക്കുമോ? എന്താണ് ചോദ്യത്തിന്റെ പ്രസക്തി? 5 മുതലുള്ള വാക്യങ്ങളിൽ ഇത് വ്യക്തമാണ്. ദൈവത്തിന്റെ മേശയിങ്കൽ ഹീനമായത്, നിന്ദ്യമായത്, അംഗഹീനമായത് യാഗം കഴിക്കുവാൻ കൊണ്ടുവരുന്നു. ഇത് ഒരു ദേശാധിപതിക്ക് കഴിച്ചാൽ ദേശാധിപതി സ്വീകരിക്കുമോ? സ്വീകരിക്കുകയില്ല. ദേശാധിപതി ഉടനെ അതിനെതിരെ കൽപ്പന പുറപ്പെടുവിക്കും. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുമാകാം, എങ്ങനെയുമാകാം. എന്നിട്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പ്രാർത്ഥന നടത്തുന്നു, കൂട്ടായ്മ നടത്തുന്നു, ഉപവാസം നടത്തുന്നു, ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു, ദശാംശം കൊടുക്കുന്നു, ദൈവമക്കൾക്ക് ഊണ് കൊടുക്കുന്നു, അനേക പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നു. എല്ലാം ദൈവനാമത്തിലാണ്. പക്ഷെ ദൈവം ശരിക്കും പ്രസാദിക്കുന്നുണ്ടോ? നമുക്കങ്ങ് തോന്നുകയാണ് എൻ്റെ പ്രവൃത്തികളിൽ ദൈവം പ്രസാദിക്കുന്നു. എന്നിട്ട് നമ്മളത് മറ്റുള്ളവരെ പറഞ്ഞങ്ങ് പഠിപ്പിക്കുകയും ധരിപ്പിക്കുകയുമാണ്. നമ്മളോ മൂഢസ്വർഗത്തിലാണ്. മറ്റുള്ളവരെയും അതിലും വലിയ മൂഢത്വത്തിലേക്ക് തള്ളിയിടുന്നവരായി തീരുകയാണ്. എന്നാൽ മലാഖി പ്രവാചകൻ ഈ പുത്തൻ പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നവരിൽ പലരും ഉന്നത സ്ഥാനീയരായിരിക്കാം, ജഡ്ജസായി വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കാം, ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ടായിരിക്കാം, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ വിവിധ നിലകളിൽ ജോലി ചെയ്യുന്നവർ അനേകർ കാണാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രവൃത്തികളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? അർഹമായ അനേകർക്ക് ലഭിക്കേണ്ട സ്ഥാനത്ത് അനർഹമായ മേഖലയിൽ നമ്മുടെ പെൻ ചലിച്ചാൽ
നാവ് ചലിച്ചാൽ, നാം യേസ് എന്ന് മിണ്ടിയാൽ, നമ്മൾ എത്ര കൂട്ടായ്മ നടത്തിയിട്ടും കാര്യമില്ല, എത്ര ഉപവാസ പ്രാർത്ഥന വീട്ടിൽ നടത്തിയിട്ടും കാര്യമില്ല, എത്ര ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല, എവിടെയെല്ലാം ആർക്കെല്ലാം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് വീമ്പിളക്കിയിട്ടും കാര്യമില്ല. നമ്മുടെ പ്രവൃത്തികൾ ദൈവം പ്രസാദിക്കുന്നതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവം പ്രസാദിക്കണം. എന്താണ് നാം നേരിടുന്ന ബുദ്ധിമുട്ടിന്റെ കാരണം? എന്താണ് ഇന്ന് കണ്ണ് തോരാതെയുള്ളതിന്റെ കാരണം? എന്താണ് മനപ്രയാസം മാറാത്തത്? കുടുംബത്തിൽ നോക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നോക്കുമ്പോൾ ഹൃദയത്തിന്റെ വേദന മാറാത്തതിന്റെ കാരണം എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് പകരം അനേകരുടെ വാക്ക് കേട്ട്, അനേകരുടെ പിന്നാലെ പോയി അനേക ദൈവമക്കളെ വേദനിപ്പിച്ചു. അനേക നിഷ്കളങ്കരായ ദൈവമക്കളുടെ ശാപം നാം ചോദിച്ചു വാങ്ങി. ദൈവം എങ്ങനെ പ്രസാദിക്കും? എത്ര വലിയ കൺവെൻഷൻ നടത്തിയാൽ എന്താ? 21 ദിവസവും 40 ദിവസവും ഉപവാസം നടത്തിയാൽ എന്താ? എങ്ങനെ ഈ ശാപങ്ങൾ മാറും? അതുകൊണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെയാണോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? നിങ്ങൾ ഈ ചെയ്യുന്നത് ദൈവം പ്രസാദിക്കുമോ? അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും മാറണം. താഴോട്ടുള്ള ഭാഗങ്ങൾ വളരെ ശക്തമായി അതിനെ വ്യക്തമാക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൊച്ചു ജീവിതം, വചനപ്രകാരം 80 വയസ്സ്, അതിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ വേദനിപ്പിക്കുന്നത്, ഒറ്റപ്പെടുത്തുന്നത്, സങ്കടപ്പെടുത്തുന്നത്, ശാപമേൽക്കുന്നത്? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് മറന്നിട്ട്, ദൈവഹിതമല്ലാത്തത് ചെയ്തിട്ട്, അനേകരുടെ മുഖത്തെ ചിരി, സന്തോഷം, നല്ല വാക്കുകൾ, പ്രശംസ എന്നിവ ഏറ്റുവാങ്ങുമ്പോൾ നാം അറിയാതെ നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൊടിയ ശാപം വലിച്ചു വെക്കുന്നു എന്നുള്ള സത്യം ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത്. നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ജീവിക്കുന്നവരല്ല, ദൈവവചനമനുസരിച്ച്, ദൈവവാക്ക് കേട്ട്, ദൈവഹിതപ്രകാരം എന്റെയും നിങ്ങളുടെയും കാലുകൾ മുൻപോട്ട് വെച്ചാൽ നിശ്ചയമായും നിശ്ചയമായും ദൈവം പ്രസാദിക്കും, നാം അനുഗ്രഹീതരായി മാറും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വിവിധ മേഖലകളിൽ ശുശ്രൂഷിക്കുന്നവർ, കുടുംബസ്ഥരായവർ, സ്വസ്ഥമായി ജീവിതം നയിക്കുന്നവർ, ഉന്നത സ്ഥാനീയർ, നിങ്ങൾ ആരും എന്തും എവിടെയും എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ഇന്നത്തെ ചോദ്യം നമ്മുടെ ഹൃദയഭിത്തിയെ ഭേദിക്കുമാറ് വളരെ ഗൗരവമാണ്. ഞാനും നിങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പ്രവൃത്തി ചെയ്യുന്നവരാണോ? അല്ല, നമ്മുടെ ഇന്നിന്റെ പ്രവൃത്തി ദൈവം പ്രസാദിക്കുന്നതാണോ? ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് അത് തെറ്റാണ്, ഇന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ദൈവം പ്രസാദിക്കുകയല്ല, ദൈവത്തിന്റെ ശാപം എന്റെ മേൽ വീഴുകയാണ് എന്ന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ മുഴങ്കാല് മടക്കണം. നിങ്ങൾ വേദനിപ്പിച്ച വ്യക്തിയെ വിളിക്കണം, പോയി കാണണം, നിരപ്പിന്റെ അനുഭവത്തിൽ എത്തണം. അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ സ്വർഗം പ്രസാദിക്കും. നമ്മുടെ വിചാരം ക്ഷമ ചോദിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴും, ഞാനല്ലാതായിത്തീരും. അതാണ് നമ്മുടെ കുഴപ്പം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാ, പ്രവർത്തിക്കേണ്ടത്
ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയാ മലാഖി പ്രവാചകൻ വളരെ ശക്തമായി ഇന്ന് നമ്മളോട് ദൂത് പറയുകയാണ്. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഒരു കാര്യം ഓർക്കണം, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ അനേകരുടെ മുഖം വാടും, അനേകർ നമ്മളോട് പിണങ്ങും, അനേകർ നമ്മുടെ ശത്രുക്കളായി മാറും, നമ്മൾ ഒറ്റപ്പെടും. ധൈര്യമുണ്ടോ അതിനെ വെല്ലുവിളിയോടെ പ്രാർത്ഥനയോടെ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുവാൻ? അങ്ങനെ ഒരാൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. അല്ല എങ്കിൽ പിന്നെ നമ്മൾ പഴയ പടകിലേക്ക് മടങ്ങിപ്പോകും. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെടണമോ, ദൈവം പ്രസാദിപ്പിക്കപ്പെടണമോ, ദൈവം നമ്മുടെ ജീവിതത്തെ നോക്കി നല്ലത് എന്ന് പറഞ്ഞ് നമ്മെ അനുഗ്രഹിക്കണമോ, ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ഇടയാവട്ടെ. ദൈവഹിതമനുസരിച്ച് നമ്മുടെ പടകുകളെ മുൻപോട്ട് പോകാം. ജീവജലം ശ്രവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും, സഹോദരങ്ങളെയും, നിങ്ങളുടെ തലമുറകളെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ അനുഗ്രഹിക്കത്തക്കവണ്ണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ കർത്താവ് എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ. അതിന് വിപരീതമായിട്ടുള്ള പ്രവൃത്തികൾ, അഭിനയങ്ങൾ, ആക്ഷനുകൾ ഇവയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. സത്യസന്ധമായി ദൈവത്തെ സേവിക്കാം, യഥാർത്ഥ വചനത്തെ അനുസരിക്കാം, സത്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ മുഴങ്കാലും മടക്ക്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ അനാവശ്യ ഗോസിപ്പിൽ വീഴാതെ ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി സത്യം തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവപ്രസാദമുള്ളവരായി ജീവിപ്പാൻ ഇടയാവട്ടെ. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവ് വരവ് വരെ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതയാത്ര ഏറ്റവും ധന്യവും സന്തോഷപ്രദവും ആവട്ടെ. ഈ ആഴ്ചവട്ടക്കാലം, ഇന്നേ ദിവസം ജീവജലം ശ്രവിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. നാം ഒരു തീരുമാനത്തിലെത്തണം. ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാണോ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാണോ? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ദൈവം പ്രസാദിക്കുന്നുവോ, അതോ ദൈവം വേദനിക്കുന്നുവോ? ഇതിൽ എവിടെയാണ് നമ്മുടെ സ്ഥാനം? അത് തിരിച്ചറിഞ്ഞ് ദൈവസ്ഥയിൽ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന ധന്യമായ ജീവിതത്തിന്റെ ഉടമകളാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇന്ന് ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാൽവറിയിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ, ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ കേൾവി, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ആത്മീയം, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ഇടപാടുകൾ ദൈവം യഥാർത്ഥമായി പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒരു സ്വയം ശോധനയ്ക്ക് ഇന്നത്തെ വാഗ്ദത്ത വചനം കളമൊരുക്കിയതിനായി സ്തോത്രം. ഞങ്ങൾ വചനപ്രകാരം ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് കുറവുണ്ടേ എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ ഏറ്റുപറഞ്ഞ് ദാസ്ഥാനപ്പെടുവാനും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തെ പിൻപറ്റുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും പ്രായഭേദമന്യേ അനുഗ്രഹിക്കണം. എല്ലാ സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കുകയും ദൈവപ്രസാദം ലഭിച്ചവരായി ദൈവകൃപയോടെ ജീവിപ്പാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.
ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആരംഭിച്ചാൽ പിന്നെ മനുഷ്യരുടെ മുഖമല്ല നോക്കുന്നത്, ദൈവത്തിന്റെ മുഖമാണ്. ആ ദൈവം എന്നെയും നിങ്ങളെയും നടത്തിക്കൊള്ളും. വേദനയിലോ സങ്കടത്തിലോ വിഷമത്തിലോ ആരെങ്കിലും ആയിരിക്കുന്നുവോ, നിങ്ങൾ ആ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്ക്. മനുഷ്യന്റെ മുഖത്തല്ല നോക്കേണ്ടത്. തമ്പുരാൻ നിങ്ങളിൽ പ്രസാദിക്കട്ടെ, നിങ്ങളുടെ പ്രവൃത്തികളിൽ പ്രസാദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടായ്മകളിൽ പ്രസാദിക്കട്ടെ, നിങ്ങളുടെ ശുശ്രൂഷകളിൽ പ്രസാദിക്കട്ടെ. അങ്ങനെ നിങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ച് ദൈവകൃപയോടെ നടത്തട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.